വ്യൂവേഴ്സ്, ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ കട്ട്ലേറ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ചിക്കൻ ഞാൻ ഉപ്പും മസാലപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ചിക്കൻ്റെ പീസസ് ഓരോന്നും എടുത്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അതിൻ്റെ ഇറച്ചിയും എല്ലുമായിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഇറച്ചി ഫുള്ളിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കണ്ടോ, ഞാനിത് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. കണ്ടോ, ഇത്രയും മതി കേട്ടോ, ഇത്രയും ക്രഷാക്കിയാൽ മതി, കൂടുതൽ അരച്ചെടുക്കണ്ട. ഇനി ഒരു 2 പൊട്ടറ്റോ ഉപ്പിട്ട് കുക്കറിൽ വേവിച്ചതാണ്. അതും ഇതേപോലെ തന്നെ സ്പൂണ് വെച്ചിട്ട് ഞാനൊന്ന് സ്മാഷ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് നമുക്ക് റെഡിയാക്കി വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണേ. അടുത്തതായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു സവാളയും കൂടി ഇട്ട് കൊടുക്കാം. നീളത്തിൽ അരിയണോ ചെറുതാക്കി അരിയണോ എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ചെറുതാക്കിയാണ് ഇവിടെ അരിഞ്ഞിരിക്കുന്നത്. ഇനി അതൊന്ന് പെട്ടെന്ന് സോട്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇറച്ചിയിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്, കുറച്ചിട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. മുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു 1.5 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ നോർമൽ എരിവായിരിക്കും. കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ വരെയൊക്കെ ഇടാം. കുരുമുളകും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ അധികം അങ്ങ് ഡ്രൈ ആകരുത്, കുറച്ചായാൽ മതി കേട്ടോ. ഈ സ്റ്റേജിൽ മലയാളം ഇടണമെങ്കിൽ നമുക്കിടാം. ഇത് മതി. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് എടുത്തിട്ട് ആറാനായിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോഴാണ് മല്ലിയില ഇടുന്നത്. എനിക്ക് ഈ ഫ്രഷിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്കിഷ്ടം. ഞാൻ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോ കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പൊട്ടറ്റോ അധികം കൂടണ്ട കേട്ടോ, കുറച്ച് പൊട്ടറ്റോ മതി. നമുക്ക് നോക്കിയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ചിക്കൻ ഇച്ചിരി ഫ്രണ്ടിൽ നിൽക്കുന്നതായിരിക്കും എപ്പോഴും ടേസ്റ്റ്. അത് നോക്കി കുഴച്ചെടുക്കണേ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ചെറിയ ബോൾ പോലെ, നെല്ലിക്ക വലിപ്പത്തിൽ ബോൾ പോലെ ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു റൗണ്ട് ഷേപ്പ് കിട്ടും. റൗണ്ട് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കാം. അച്ചൊക്കെ ഉള്ളവർ അത് വെച്ചിട്ട് ചെയ്താണെങ്കിലും അങ്ങനെ എടുക്കാം. അങ്ങനെ നമുക്ക് ഈ കുഴച്ച് വെച്ച മിക്സ് ഫുള്ളും ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ എല്ലാ കട്ട്ലേറ്റിൻ്റെ ഒരു ബോൾസ് എല്ലാം ഞാനിങ്ങനെ ആയിട്ട് റെഡിയാക്കി. ഇതിലേക്കൊരു 12 റസ്ക് പൊടിച്ചതാണ്, ഒരു മുട്ട, അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ടിട്ട് ഒന്ന് കട്ടയില്ലാതെ ബീറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ മുട്ട നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ഓരോ ഈ കട്ട്ലേറ്റ് എടുത്ത് മുട്ടയിൽ മിക്സ് ചെയ്തിട്ട് റസ്കിൻ്റെ പൊടിയിലും ഒന്ന് റൗണ്ട് ചെയ്ത് ഓരോ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. ഓരോ ഒന്ന് എത്ര 2 ഡബിൾ കോട്ടിങ് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഈ ചിക്കൻ കട്ട്ലേറ്റ് തന്നെ ബീഫാണെങ്കിലും ചെമ്മീനാണെങ്കിലും വെജ് ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഞാൻ വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കണേ. ഇതിപ്പോൾ 2 സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള എല്ലാ ചിക്കൻ്റെ കട്ട്ലേറ്റ്സും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, നമ്മുടെ ചിക്കൻ്റെ കട്ട്ലേറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ചിക്കൻ കൂടുതൽ കാണണം, പൊട്ടറ്റോ കുറച്ച് കണ്ടാൽ മതി. ഇത് നമ്മളുടെ കട്ട്ലേറ്റിന് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളത് സോസാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.